അടുത്തത് ഈ ഐ കോണ്ടാക്ട്. കണ്ണിൽ നോക്കൂ. കണ്ണാണ് ഒരു വ്യക്തിത്വത്തിന്റെ ഉറവിടം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പോപ്പുലറായ ദൈവത്തെ വിളിച്ചത് കണ്ണാന്നല്ലേ? കണ്ണാലിലെ കണ്ണാ, പാലാഴിത്തിരയിലൊഴുകും പാലിലെ കണ്ണാ. കണ്ണനൊരു പൂജയ്ക്കായി തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു പൂജയ്ക്ക് കണ്ണാണ്. ആ കണ്ണില് പ്രതീക്ഷകളും ദൈന്യതകളും സ്വപ്നങ്ങളും ആർദ്രതകളും കാണാൻ പറ്റണം. അച്ഛനും ഭാര്യയും ഭർത്താവും കണ്ണിൽ നോക്കണം, അമ്മയും മക്കളും അച്ഛനും മക്കളും കണ്ണിൽ നോക്കണം. കണ്ണിന്റെ സൗന്ദര്യം കൊണ്ടാണ് നമ്മുടെ നാട്ടിലെല്ലാം പേരിടല് പണ്ട്. അക്ഷി അക്ഷൻ, അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്, അക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ണുള്ളവൻ. പങ്കജാക്ഷൻ പങ്കജാക്ഷി, താമരപ്പൂവിന്റെ ഇതള് പോലുള്ളവൻ. അംബുജാക്ഷൻ അംബുജാക്ഷി, കമലാക്ഷൻ കമലാക്ഷി അല്ലേ? മീനാക്ഷി, മീനിനെ പോലെ പടക്കുന്ന കണ്ണുള്ളവൾ. എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പണ്ടുള്ള പേര് വിശാലാക്ഷിയായി. വിശാലമായ കണ്ണുള്ളവൾ വിശാലാക്ഷി. സ്ത്രീകൾക്ക് സൗന്ദര്യം ഉണ്ടാവാൻ വലിയ കണ്ണ് വേണമെന്നാണ്, അതുകൊണ്ട് വിശാലാക്ഷി. എന്നാൽ ആണുങ്ങൾക്ക് കണ്ണ് ചെറുതായ സൗന്ദര്യം, അതുകൊണ്ട് ആണുങ്ങളെ വിളിക്കും കുഞ്ഞിക്കണ്ണൻ. പെണ്ണുങ്ങളെ വിശാലാക്ഷി എന്ന് വിളിക്കും, ആണുങ്ങളെ കുഞ്ഞിക്കണ്ണെന്ന് വിളിക്കും. മനസ്സിലായി? കണ്ണിന്റെ വലിപ്പം ഒരു പ്രധാന ഘടക. കണ്ണിന്റെ വലിപ്പം ഇല്ലാത്തതിന്റെ പേരിൽ എന്തെല്ലാം കലാപം ഉണ്ടായി കേരളത്തിൽ. ഒരാളെ കണ്ണിന്റെ വലിപ്പം കുറഞ്ഞുകൊണ്ടാണ് അയിരുമ്പില്ല കണ്ണുള്ള ഒരു നടിയുടെ അടുത്തേക്ക് ഒരുത്തം പോയി. അറിയില്ലേ? അതിന്റെ പേരിൽ ആ കാര്യം ആദ്യത്തെ നടിയോട് പോയിട്ട് വേറൊരു നടി പറഞ്ഞു കൊടുത്തിട്ടാണ് ഓളെ ഇടങ്ങാറാക്കിയത്. അതിന്റെ പേരിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ആ റിപ്പോർട്ട് പുറത്തു വന്നേരാ സിനിമാ നടന്മാരുടെ വൃത്തികേടെല്ലാം പുറത്തു വന്നത്. മനസ്സിൽ ഇതെല്ലാം കണ്ണിന്റെ പ്രശ്നമാണ്. ഒരാളെ കണ്ണിനേക്കാൾ വലിയ കണ്ണ് മറ്റാക്കേണ്ടിയിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് പോയേ. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്നത് കണ്ണിൽ നോക്കൂ. മക്കളുടെ കണ്ണിൽ നോക്കാം. അച്ഛനും അമ്മയും ഇല്ലാത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു മഹാദുരന്തവും യുദ്ധവും നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയുമോ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധം എന്താ? മഹാഭാരത യുദ്ധം അല്ലേ? മഹാഭാരത യുദ്ധത്തിന് കാരണം കൗരവന്മാരുടെ തോന്നിയാസങ്ങളല്ലേ പറയുന്നത്. ഈ കൗരവന്മാരൊന്നും തോന്നിയാസികളായിരുന്നില്ല, നല്ല മക്കളായിരുന്നു. ധൃതരാഷ്ട്രം കണ്ണു കാണാത്ത ആളാ ജന്മന. ഇയാള് ഗാന്ധാരദേശത്തെ സുബലന്റെ മകളെ വിവാഹം അന്വേഷിച്ചപ്പോ മകളോട് സുബലം കണ്ണുകളാത്ത ആൾ ആ വരൻ എന്ന് പറഞ്ഞില്ല, മറച്ചു വെച്ചു. ഗാന്ധാരി കല്യാണ പന്തലിൽ കയറുമ്പോഴാണ് മനസ്സിലായത് ധൃതരാഷ്ട്ര അന്ധനാണ്. തന്നെ പറ്റിച്ചതിന്റെ ഈഗോ ക്ലാഷ് കൊണ്ട് മന്ത്രകോടി പറിച്ചു ചുന്തി കണ്ണ് കെട്ടി. തന്റെ ഭർത്താവിന് കാണാത്ത ലോകം തനിക്കും കാണണ്ടെന്ന് പറഞ്ഞു. 100 മക്കളെ പെറ്റു. ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. 100 എണ്ണവും. ഈ 100 മക്കളുണ്ടായിട്ട് ഒന്നും മരിച്ചിട്ട് ചിതക്ക് തീ കൊളുത്താൻ ഒരു ആൺതരി ബാക്കിയായോ? 100 യുദ്ധക്കളത്തിൽ പടഞ്ഞു മരിച്ചത് കണ്ടിട്ട് പുത്രതി വിയോഗ ദുഃഖത്താൽ കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട് ബന്ധു മരിക്കേണ്ടി വന്നു ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും. ഇതാണ് പുരാണം വായിക്കുമ്പോൾ അതിൽ നിന്ന് പഠിക്കണം. എന്തേ ഈ അച്ഛനും നോക്കിയില്ല, അമ്മയും നോക്കിയില്ല, നല്ല മക്കളാ. എന്തായിരുന്നു മൂത്തവന്റെ പേരറിയാവോ? കൗരവന്മാരിൽ മൂത്തവന്റെ പേരറിയാവോ? ദുര്യോധനൻ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വന്നത്. അല്ല, അച്ഛനും അമ്മയും വിളിച്ചത് സുയോധന എന്നാ വിളിച്ചത്. പിന്നീട് ദുഷിച്ചിട്ട് ദുര്യോധനായി, ദുഷിച്ച് ദുശാസനായി. കാരണം അച്ഛനും അമ്മയും കണ്ടില്ല. ഭർത്താവിന് കണ്ണ് കാണില്ലെങ്കിൽ ഭാര്യ കണ്ണ് കാണുന്നവളാണെങ്കിൽ എന്ത് ചെയ്യണം? ഭർത്താവോ നോക്കുന്നില്ല, എന്നാൽ ഞാനങ്ങ് നോക്കണ്ടേ? ഭർത്താവ് കണ്ണു കാണാത്ത ഭർത്താവും കണ്ണു കാണുന്ന ഭാര്യയും കൂടി പാടിയൊരു പഴയ പാട്ടോർമ്മയുണ്ട് നിങ്ങൾക്ക്? ഒരു ഗാനം. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. ഭർത്താവിന്റെ കണ്ണായി മാറേണ്ടതിന് പകരം കണ്ണു കെട്ടി നടന്നു. 100 മരിച്ചു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾക്കെല്ലാം കണ്ണില്ലേ? എന്നിട്ടും മക്കളുടെ കണ്ണിൽ നോക്കി ഇരിക്കാറുണ്ടോ? അതാണ് ചോദ്യം. അതാണ് ഐ കോണ്ടാക്ട്. അടുത്തത് നോഡിങ്, തല കുലുക്കണം. മക്കള് പറഞ്ഞത് കാര്യമാണെങ്കിൽ ഞാൻ ചോറ് കൊടുക്കുന്നതാണ്, ഞാനാണ് ഈ വീടുണ്ടാക്കിയത് എന്ന അഹന്ത മക്കളോട് കാണിക്കരുത്. മക്കള് പറയുന്നത് ന്യായമാണെങ്കിൽ തലകുലുക്കി സമ്മതിക്കാൻ തയ്യാറാവുന്ന കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവണം. തലകുലുക്കുക, നോഡിങ്.
അപ്പൊ സോഫ്റ്റനായോ? സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തലകുലിക്കുക. മനസ്സിലായോ? ഇത്തരത്തിൽ നല്ല ബന്ധങ്ങളിൽ ആർദ്രതയുടെ അടിത്തറയുണ്ടാക്കിയാൽ ആ ആർദ്രതയിലെ നന്മ വളരും. നമ്മുടെ കുട്ടിയൊക്കെ ഒരുപാട് പുരാണവും ദൈവവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ അടിത്തറ ആർദ്രതയാണ്. ഈ ആർദ്രത ഉണ്ടാക്കാനാണ് ഈ ഉപനിഷത്തുകളും വേദങ്ങളും എഴുതിയ ഋഷിമാരെന്ത് ചെയ്തു? മനുഷ്യൻ ആർദ്രത ഉണ്ടാക്കാൻ കുടുംബവിശേഷങ്ങളുടെ കഥകൾ ഉണ്ടാക്കി ധാർമ്മിക ബോധം മനുഷ്യർ പറയാൻ വേണ്ടിയിട്ടാണ് രാമായണവും മഹാഭാരതവും പുരാണങ്ങളും എഴുതിയത്. കാരണം ഈ തത്വശാസ്ത്രങ്ങൾ മാത്രം പോരാ. അപ്പൊ ആ തത്വശാസ്ത്രങ്ങളുടെ അടിത്തറയിലാണ് കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ നമുക്കിപ്പോ കുടുംബ ബന്ധങ്ങളും അതിന്റെ മേലെ പടുത്തുയർത്തിയിരിക്കുന്ന ധനബന്ധങ്ങളും തൊഴിൽ ബന്ധങ്ങളുമുണ്ട്. പക്ഷെ തത്വശാസ്ത്രമില്ല. ആ തത്വശാസ്ത്രമാണ് ശബരിമലയിൽ പോകുമ്പോ സ്വാമിമാര് ദർശനം നൽകണേ തമ്പൂരാനെ. ഉദ്ദാലകാരിണി ശ്വേതകേതു ഉദ്ദാലകാരിണിയോട് ചോദ്യം ചോദിച്ചു, പിതാവേ, ഞാൻ ആരാണ്? ഞാൻ എവിടുന്നാ വന്ന്? ഞാൻ എങ്ങോട്ടാ പോകുന്നത്? അതിന് മറുപടിയായിട്ട് ഉദ്ദാലകാരിണി പറഞ്ഞു, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി. പല വയലുകളിൽ നിന്ന് കളിമണ്ണ് ശേഖരിച്ച് അതുകൊണ്ട് ഒരു കുമ്പാരൻ, കുലാലൻ, കുശവൻ അതുകൊണ്ടൊരു പാത്രമുണ്ടാക്കിയാൽ ആ പാത്രത്തിന്റെ വക്കത്തിരിക്കുന്ന ഒരു തരി മണ്ണിന് പറയാൻ കഴിയുമോ താൻ ഏത് വയലിൽ നിന്ന് വന്ന മൺതരിയാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി. ആ മൺതരി നീയാകുന്നു, ആ മഴത്തുള്ളി നീയാകുന്നു, ആ തേൻതുള്ളി നീയാകുന്നു. ആ തത്വമസിയാണ് ശബരിമലയിൽ അയ്യപ്പന്റെ മേലെ എഴുതി വെച്ചിരിക്കുന്ന തത്വശാസ്ത്രം. തത്വമസി. ദർശനങ്ങൾ വേണം. മനുഷ്യ ജീവിതത്തിനും പ്രപഞ്ച ജീവിതത്തിനും ദൈവിക ഭക്തി ജീവിതത്തിനും ഒരു ദർശനത്തിന്റെ അടിത്തറയില്ലാത്തതിന്റെ ദുരന്തമാണ് നമ്മളിപ്പോൾ. ഉപഭോഗ സംസ്കാരം ശക്തിപ്പെട്ടു വന്നപ്പോ നീ ചിന്തിക്കണ്ട, നീ അന്വേഷിക്കണ്ട, അതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് നിന്റെ കയ്യിൽ എത്തിച്ചേരാ. നീ റീലും നോക്കി നിന്നാ മതി, നീ വീഡിയോ നോക്കിയിരുന്നാ മതി, നീ ഇക്കിളിപ്പെടുത്തുന്ന തമാശയും നോക്കിയിരുന്നാ മതി, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങള് മൊബൈലിൽ എത്തിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും മൂല്യമുള്ളത് പൈസയല്ല, അവരുടെ പ്രായവും അവരുടെ സമയവുമാണ്. ആ സമയത്തെ ഒരുപാട് ലാഭം കുതിക്കുന്ന കള്ളത്തരത്തിന്റെ വൈതാളികന്മാർ കൊള്ളയടിച്ചു കൊണ്ടുപോകുമ്പോ അതിലടിമയായിട്ട് ഇതും നോക്കി മാന്തിയിരിക്കുന്ന വിഡ്ഢികളായിട്ട് നമ്മുടെ പുതിയ തലമുറ മാറുന്നു. അതുകൊണ്ടാണ് അവര് ഭസ്മം തൊട്ടിട്ടും അമ്പലത്തിൽ പോയിട്ടും സംസ്കാരം നാട്ടിൽ വളരാത്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉത്സവം എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ വികാസമാണ്, ആനന്ദത്തിന്റെ വികാസമാണ്, കൂട്ടായ്മയുടെ വികാസമാണ്, നന്മയുടെ വികാസമാണ്, ആർദ്രതയുടെ വികാസമാണ്, സ്നേഹത്തിന്റെ വികാസമാണ്. അല്ലാതെ വെറുപ്പിന്റെ അട്ടഹാസത്തിന്റെ വികാസമല്ല. അതുകൊണ്ട് ഈ ഉത്സവം പാട്ടുത്സവമാണ്. പാട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം. അല്ലേ? നമ്മുടെ ജീവിതം ഒരു ഗാനമാണ്. ജീവിതം ഒരു ഗാനമാണ്. ആ ഗാനമാണ് ദൈവത്തെ ഉണർത്താൻ നമ്മൾ പാടിയിരുന്നത്. ഉറങ്ങിപ്പോയിരുന്ന മഹാവിഷ്ണുവിനെ വീണ്ടും ഉണർത്തിയത് തിരുവരങ്ങത്ത് പാണനാരാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? തന്റെ കടുംതുടി എടുത്തിട്ട് അതിനെ സൂര്യചന്ദ്രന്മാരാകുന്ന തൊങ്ങലുകൾ തൂക്കിയിട്ട് സൂര്യകിരണങ്ങളാകുന്ന തന്ത്രികൾ കെട്ടിയിട്ട് അതിൽ വരൂ വീണ്ടും ഉലകത്തിലേക്ക് തിരുവരങ്ങത്തെ പഴം പാണരാരെ. പാണന്മാർ നാവോറ് പാടുന്നവർ. ദൈവത്തെ ഉണർത്താൻ തന്ത്രികൾ വേണം. ഏത്? അമ്പലത്തിലെ പൂജാരി തന്ത്രിയല്ല, വീണയുടെ തന്ത്രികൾ വേണം. സംഗീതം വേണം. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ശബ്ദം ഒച്ചയിൽ നിന്ന് നാദത്തിലേക്ക് മാറ്റി അതൊരു പാട്ടാക്കി മാറ്റി കുടുംബ ബന്ധങ്ങളും അയൽപ്പക്ക ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒരു സംഗീതമാക്കി മാറ്റി ആ സംഗീതത്തിന്റെ അടിത്തറയിൽ ദൈവത്തെ പ്രാർത്ഥിച്ച് ഇതിന്റെ കലകളുടെ സംഗമമാണ് തെയ്യങ്ങൾ. തെയ്യങ്ങൾ കലകളുടെ സംഗമമാണ്. എത്രയെത്ര കലകൾ. തെയ്യത്തിന് പ്രധാനമെന്താ? തോറ്റമാണ്. തോറ്റി ഉണർത്തുകയാണ് ദൈവത്തെ. പാടിയിട്ടാണ് ദൈവം ഉണരുന്നത്.
അട്ടഹസിച്ചിട്ടല്ല, പാടിയിട്ടാണ്. തോറ്റമാണ്. നൃത്തമുണ്ട്, ചിത്രമുണ്ട്. എത്ര മനോഹരമായ ചിത്രമുണ്ട്, എത്ര മനോഹരമായ വേഷഭൂഷാദികൾ, ആഹാര്യമുണ്ട്, എത്ര മനോഹരമായിരിക്കുന്ന ലാസ്യഭാവ അഭിനയങ്ങളുണ്ട്, എന്തെല്ലാം കലകൾ ചേർന്നിരിക്കുന്നതാണ് ഒരു തെയ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് കലയുടെ സംഗമമാണ് നമ്മുടെ തെയ്യക്കാവുകൾ. അത്തരത്തിൽ കലാഹൃദയമാകുമ്പോൾ കല പരഹിതമാകണം. എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ട പോരാ, കല മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം. എൻ്റെ ജീവിത കല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. അത് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ കലാപരഹിതവുമായിരിക്കണം. അത് കലാപരമായി നമുക്ക് ഇഷ്ടപ്പെടണം. അത് അങ്ങനെ ആവുമ്പോ അത് കലാപരഹിതമാകും. കലാപരഹിതം, കലാപരഹിതം, കലാപരഹിതം. മനസ്സിൽ വെറുപ്പും ദുഷ്ടതയും കലാപവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ പറ്റണം. അത്തരത്തിൽ ഈ ഉത്സവം, ഈ പാട്ടുത്സവം കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് ഈ ഉത്സവത്തിന് ഇങ്ങോട്ട് വരുന്ന മനുഷ്യർ ആയിരിക്കരുത് തിരിച്ചു പോകുമ്പോൾ ഒരു വെളിച്ചം. ഇവിടെ ചുറ്റുവട്ട ഒരുപാട് ബൾബ് ഇട്ടിട്ടുണ്ട്, അതിലൊരു ബൾബ് ഇവിടെ കത്തണം. ആ വെളിച്ചം ഉള്ളിൽ എത്തുന്നവനെയാണ് ഭക്തൻ എന്ന് പറയുക. ഭാ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ്. പ്രകാശം ഉള്ളിൽ എന്തുന്നവനാണ് ഭക്തൻ, പുറത്ത് കത്തിച്ചവനല്ല. ഉള്ളിൽ പ്രകാശം കത്തിക്കുന്നവനാണ് ഭക്തൻ. അത്തരത്തിൽ ഉള്ളിൽ നന്മയുടെ സ്നേഹത്തിന്റെ പ്രകാശവുമായിട്ട് ഈ ഉത്സവത്തിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് എനിക്ക് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ഖത്തറിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ ബസ് വരും. ആ ബസ് അങ്കമാലിയിലേക്ക് പോകണം. അതുകൊണ്ട് ഇനി ഞാൻ നീട്ടുന്നില്ല. ഇങ്ങനെയൊരു പാട്ടുത്സവത്തോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സമ്മേളനം സംഘടിപ്പിക്കുകയും അതിൽ സംസാരിക്കാൻ എന്നെ ക്ഷണിക്കുകയും ചെയ്ത് ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. അതിനപ്പുറത്ത് ഇവിടെ ഒരു കലാപരിപാടി ഇല്ലാണ്ട് ഇത്രയും ആളുകൾ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ ഒരു മഹത്വം ഞാൻ മനസ്സിലാക്കുന്നു. സാധാരണ 4 ആൾ കൂടും എന്നെങ്കിലാണ് ആൾ വരിക. ഇത്രയും ആളുകൾ വന്ന് ഇരുന്ന് കേട്ടതിന് നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.